സന്തോഷമാർഗമെന്ന ഈ പ്രഭാഷണ പരമ്പരകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വരുവാനായിട്ട് നമുക്കൊരു അവസരം കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവം സ്നേഹമാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? മിക്ക സ്ഥലങ്ങളിലും ഗോഡ് ഈസ് ലവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായും ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ടാണ് പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് ഉടമകളായ മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. തൻ്റെ ഏകജനനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാനും തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനം പറയുന്നത്. നമ്മെ സ്നേഹിച്ച്, അവൻ സ്നേഹവാനായതുകൊണ്ട് നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനായി ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു നമ്മെ രക്ഷിപ്പാനായിട്ട്. എവിടെ രക്ഷിപ്പാനാ? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനായിട്ട്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നാം പറയുന്ന ദൈവ സ്നേഹം തന്നെയാണ്. അതേസമയം മറ്റൊരു വശം കൂടെ അതിനുണ്ട്. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ തന്നെ, ദൈവം നമ്മുടെ പരിപാലകനാണെന്ന് പറയുമ്പോൾ തന്നെ, നമ്മളെ രക്ഷകനാണെന്ന് പറയുമ്പോൾ, നമ്മളെ വിടുവിക്കുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗം എന്താണ്? ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടിയാണ്. പലപ്പോഴും പലരും ഇത് മറന്നു പോവുകയാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന കാര്യം മറന്നുപോയിട്ട് സ്നേഹവാനാന്നുള്ള കാര്യത്തിൽ മാത്രം നിൽക്കുക. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവൻ മറുവശത്ത് എന്താണ്? ന്യായം വിധിക്കുന്ന, ശിക്ഷിക്കുന്ന, ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തെ നമ്മൾ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കണം. എന്നാൽ പലപ്പോഴും എന്താണ്? മനുഷ്യരുടെ ദൈവഭയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ദൈവഭയം കുറയുമ്പോഴേ എന്താ സംഭവിക്കുമെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം, നന്മകൾ പ്രാപിക്കുന്നതിന് പകരം, ഉയർച്ചകൾ പ്രാപിക്കുന്നതിന് പകരം, വിടുതലുകൾ പ്രാപിക്കുന്നതിന് പകരമായിട്ട് ദൈവകോപത്തിന് പാത്രങ്ങൾ തീരുകയും ശിക്ഷയും കഷ്ടതയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകിയാൽ ആ ദൈവത്തെ എത്രമാത്രം ഭയത്തോടെ സേവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, അവനെ എത്രമാത്രം അനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. വാക്കുകളിലൂടെയുള്ള ഒരു ഭയവും ഭക്തിയും അല്ല, മറിച്ച് ഹൃദയംഗമായ ഒരു ദൈവഭക്തിയും ദൈവത്തിലുള്ള ഭയവും നമുക്കുള്ള ശാന്തമായി നമുക്ക് ചോദിക്കാം, നമ്മോട് തന്നെ ചോദിക്കാം. എന്നിട്ട് തെറ്റുകളെ ബോധ്യമാകുന്നെങ്കിൽ അവയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ജീവിതത്തിന് ഉടമകളായി തീരുവാനായിട്ട്, പുതിയ സമർപ്പണം നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ അനുസരിച്ചും ജീവിച്ച് ഏറിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടവരട്ടെ ഞാൻ ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് അതിനോട് ഒരുമിച്ച് നീങ്ങാം. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.